അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുനൂസ് വിങ്സ് വേൾഡ്. എളുപ്പത്തിൽ ഗോതമ്പ് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഗോതമ്പ് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഗോതമ്പ് പൊടി ചലിച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി കൊണ്ട് അടിപൊളിയായിട്ട് പൊറോട്ട ഉണ്ടാക്കാം. മാവ് കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് ഉപ്പും ഷുഗറും വെള്ളവും അതിനനുസരിച്ച് ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴിച്ചെടുക്കുന്നതിനനുസരിച്ച് പൊറോട്ടയ്ക്ക് നല്ല മയം കിട്ടും. ചപ്പാത്തി കഴിച്ച് മടുത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ വെറൈറ്റി റെസിപ്പിയാണ് ഗോതമ്പ് പൊറോട്ട. ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പരത്തി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, വെറൈറ്റി ആയിരിക്കും. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നിങ്ങൾ മാവ് കുഴയ്ക്കുമ്പോൾ ഇതുപോലെ ബോളാക്കി എടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ കിട്ടും. അതുപോലെ നല്ല ബോൾ ഷേപ്പായിരിക്കും, ഒരേ അളവിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ആവശ്യത്തിനുള്ള ഓയിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൽ കാണുന്ന രീതിയിലുള്ള എണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഓരോ ബോൾസായിട്ട് പൊറോട്ട ഉണ്ടാക്കാം. കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും. മൈദമാവ് പോലെ നന്നായിട്ട് ഇരുത്ത് പരത്തരുത്, അപ്പോൾ ഹോൾസ് കൂടുതലുണ്ടാവും. ഗോതമ്പ് മാവായതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് നമ്മളൊരു നൈഫ് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ കാണുന്നത് പോലെ ആ സൈഡിൽ നിന്നും ഈ ഭാഗത്തു നിന്നും നന്നായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇതേ കാണുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ഇതേപോലെ ചുറ്റിച്ചെടുക്കണം. ഇങ്ങനെയാണ് പൊറോട്ടയ്ക്ക് നമ്മൾ ചുറ്റിയെടുക്കേണ്ടത്. വീഡിയോ സ്പീഡാക്കിയത് കൊണ്ടാണ് അമർത്തുന്നത് വളരെ സ്പീഡിലായതുപോലെ നിങ്ങൾക്ക് തോന്നുന്നത്. വളരെ പതുക്കെ വേണം അമർത്തി കൊടുക്കാൻ, അപ്പോഴേ ഹോൾസൊക്കെ കുറഞ്ഞ് നല്ലതുപോലെ കിട്ടുള്ളൂ. നമ്മൾ യൂസാക്കിയ എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് ഓയിൽ എടുത്ത് നന്നായിട്ടൊന്ന് മേലൊന്ന് തടവി കൊടുക്കാം. നേരത്തെ കാണിച്ച പോലെ നൈഫ് കൊണ്ട് നന്നായി വരഞ്ഞ് ചുറ്റിച്ചെടുക്കുക. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്നുകൂടെ കാണിച്ചത്. എല്ലാം ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കണം. ഈ എണ്ണ തന്നെ നമുക്ക് ചെറുതായിട്ട് ഈ ബോളിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ തന്നെ പതുക്കെ ചെയ്യണം. നമ്മുടെ ഉള്ളം കൈ വെച്ചോ അല്ലെങ്കിൽ ഈ വിരലിൻ്റെ ഭാഗത്തൊക്കെ വെച്ചിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്താൽ നമ്മൾ ചുറ്റിച്ചെടുത്ത ഷേപ്പ് പോവും. അതുപോലെ തന്നെ ഒരുപാട് റൗണ്ട് ആക്കരുത്. ഒരു കട്ടിയിൽ ഒരു കറക്റ്റ് അളവിന് വേണം ഇത് ചെയ്യാൻ. ഇതുപോലെ ഓരോന്നും പരത്തി വെക്കുക. എന്നിട്ട് 2 3 എണ്ണം വെച്ച് പരത്തിയിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യത്തെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. കല്ല് നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മളിത് ഈ പരത്തിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കളർ മാറ്റം വരുമ്പോൾ തന്നെ മറിച്ചിട്ടുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ഓയിലിൽ നിന്ന് കുറച്ച് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുക. ഓയിൽ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമുള്ളവരൊന്നും ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ആ പൊറോട്ടയ്ക്ക് നമ്മൾ നേരത്തെ ചേർത്ത ആ ഓയിൽ തന്നെ ഇതിൽ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുക. വീഡിയോ കാണുന്ന പോലെ സൈഡ് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടും അതുപോലെ പൊള്ളി വരുന്നത് കാണാം. ചുട്ടെടുത്തത് ചൂടോടെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടിയെടുക്കണം. അപ്പോഴേ നല്ല ലെയറായിട്ട് കിട്ടുള്ളൂ. ചൂടാറരുത്. ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ലെയറായി കിട്ടില്ല. ചൂടോടെ തന്നെ നന്നായി ചെയ്യാൻ നോക്കുക. മൈദമാവിൽ ഉണ്ടാക്കണ പോലെ തന്നെ നല്ല ലെയറായിട്ട് നല്ല അടിപൊളിയായി കിട്ടും. പൊറോട്ട കഴിക്കാൻ തോന്നുമ്പോൾ ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കുക. ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. മൈദ പൊറോട്ടേനേക്കാളും വളരെ നല്ലതായിരിക്കും ഗോതമ്പ് പൊറോട്ട. അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ആക്കി വയ്ക്കുക.
ഷെയർ, ലൈക്ക്, കമൻറ്റ് കൂടെ ചെയ്യുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.